ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധികാമ്മ വീണ്ടും ഭദ്രൻ്റെ സ്വപ്നം കണ്ടുകൊണ്ട് ഞെട്ടി ഉണരുമായിരിക്കും. അയ്യോ എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് ഞെട്ടി ഉണരുമ്പോൾ അടുത്ത് വരുണും കിടക്കുന്നുണ്ടാവും. അപ്പോൾ എന്താ ഇത് അപ്പോൾ വിചാരിക്കും അതും ഭദ്രനാണെന്ന് വിചാരിക്കുമായിരിക്കും വരുണിനെ കണ്ടിട്ട്. എന്നിട്ട് അയ്യോ എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് പിന്നെ അവസാനം രാധികാമ്മയ്ക്ക് ബോധം വരികയായിരിക്കും. എന്നിട്ട് പിന്നെ വരുന്നാണെങ്കിലും പറയും, അമ്മയ്ക്ക് ഇതെന്ത് പറ്റി, ഇങ്ങനെ പേടിച്ചാലോ, ഇവിടെ ആ ഭദ്രനുമില്ല വേറെ ആരുമില്ല, അമ്മ ഇനിയിപ്പോൾ ഇങ്ങനെ കിടന്ന് അലറിയിട്ട് എല്ലാവരെയും ഭദ്രൻ മരിച്ചു എന്നും കൂടി അറിയിക്കരുത്. അപ്പോൾ രാധിക അമ്മയാണെങ്കിലും പറയും, സത്യം പറഞ്ഞാൽ രേഖ നിന്നെ പുറത്താക്കിയില്ലേ റൂമിൽ നിന്ന്, അതുകൊണ്ട് നീ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാനൊന്ന് ഇത്തിരി സമാധാനത്തിൽ ഉറങ്ങുന്നത്. അപ്പോൾ ഈ സ്വപ്നത്തിൽ കൂടി വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും വരുണേ എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടമായിരിക്കേ. അപ്പോൾ വരുണാണെങ്കിലും പറയും, അമ്മ വല്ല നാമജപവും ജപിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കുക എന്ന് പറയുമ്പോൾ രാധിക അമ്മയാണെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഗീതുവിനെയും ഗോവിന്ദനെ ആയിരിക്കും. ഗോവിന്ദാണെങ്കിൽ ഗീതുവിന് കുടിക്കാനായിട്ട് പാല് പൂവൊക്കെ ചേർത്തിട്ട് കൊണ്ടുവരികയായിരിക്കും. ഗോവിന്ദ് ചായയും കുടിച്ചുകൊണ്ട് വരികയായിരിക്കും. എന്നിട്ട് പിന്നെ കൊടുക്കുന്ന സമയത്ത് ഗീതു ആണെങ്കിലും പറയും, എനിക്കൊന്നും വേണ്ട പാല്, ഇത്രയും രാവിലെ പാല് കുടിച്ചോ എനിക്ക് ഗ്യാസ് വരും, ഛർദ്ദിക്കാൻ വരും എന്നൊക്കെ പറയേ. എന്നിട്ട് പിന്നെ ഗോവിന്ദാണെങ്കിലും പറയും, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എന്നൊക്കെ പറയേ. മനസ്സിൽ പിന്നെ ഗീതു ആണെങ്കിലും വിചാരിക്കണത് കണ്ണേട്ടനെ എങ്ങനെയെങ്കിലും ദേഷ്യം പിടിപ്പിക്കണം, എനിക്ക് ദേഷ്യം പിടിപ്പിക്കാണ്ട് ഒരു സുഖമില്ല, വഴക്കിടാണ്ട് ഒരു സുഖമില്ല എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഓരോന്നൊക്കെ പറയുന്നത്. എന്നിട്ട് പിന്നെ ദേഷ്യം വന്ന് വേഗം ഗോവിന്ദാണെങ്കിലും പാല് കൊടുക്കുന്ന സമയത്ത് കുടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദൻ്റെ കയ്യിലുള്ള ചായ എടുത്ത് ഗീത കുടിക്കുകയായിരിക്കേ. അപ്പോൾ പിന്നെ ഗോവിന്ദന് ഒരു ദേഷ്യം വരുന്നുണ്ടാവില്ല. എന്നിട്ട് എന്നാൽ ശരി നീ എന്തായാലും അത് കുടിച്ചില്ല, എന്നാൽ പിന്നെ ഞാൻ പാല് കുടിച്ചേക്കെ എന്ന് പറഞ്ഞ് പാല് കുടിക്കാൻ നോക്കുന്ന സമയത്ത് ഛർദ്ദിക്കാനായിട്ട് വരുമായിരിക്കും ഗോവിന്ദനാണെങ്കിലും. അപ്പോൾ ഗീതു ആണെങ്കിലും പറയും, ഇപ്പം എങ്ങനെയുണ്ട്, അല്ല ഞാൻ ചായ എടുത്ത് കുടിച്ചിട്ട് എന്താ എൻ്റെ അടുത്ത് പിണങ്ങാത്തത്, എൻ്റെ അടുത്ത് വഴക്കിടാൻ വാ കണ്ണേട്ട എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദാണെങ്കിലും പറയും, എനിക്ക് നിൻ്റെ അടുത്ത് ഒരു വഴക്കും തോന്നുന്നില്ല, എനിക്ക് അങ്ങനെ വഴക്കിടാനൊന്നും വയ്യ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒഴിഞ്ഞു മാറുമായിരിക്കേ. അപ്പോൾ ഗീതു ആണെങ്കിലും മനസ്സിൽ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഒന്ന് വഴക്കിടിപ്പിച്ചിട്ടതിൻ്റെ കാര്യം എന്നൊക്കെ ഇങ്ങനെ പ്ലാനും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഗോവിന്ദാണെങ്കിലും കുളിക്കാൻ പോകുന്ന സമയത്ത് കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് കുറേ ഫയലൊക്കെ അവിടെ വലിച്ചിട്ടിട്ടുണ്ടാവും. എന്നിട്ട് അതിലെല്ലാം ഗീതു സൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഗോവിന്ദാണെങ്കിൽ അത് കാണുമ്പോൾ ഇതിലൊക്കെ എന്താ ഗീതുവിൻ്റെ സൈൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നോക്കുമായിരിക്കും. അപ്പോൾ ഗീതു ആണെങ്കിൽ ഒളിഞ്ഞു നിന്ന് നോക്കിയിട്ട് പറയും, ഇതിപ്പോൾ എന്തായാലും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഇനിയിപ്പോൾ ഞാൻ എന്തായാലും കയറാം അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞ് റൂമിലേക്ക് കയറി വരുമ്പോൾ എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുകയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഗോവിന്ദാണെങ്കിലും ഒന്നും റിയാക്ട് ചെയ്യുന്നുണ്ടാവില്ല. അതിനൊരു കുഴപ്പമില്ല, നിനക്ക് ഇങ്ങനെ ഒരു മോഹം ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, നീ എന്തായാലും വൈസ് ചെയർമാനും കൂടി ആണല്ലോ, അതുകൊണ്ട് ഇനി കുഴപ്പമില്ല, ഇനിയിപ്പോൾ സൈൻ ചെയ്യുന്ന ഡ്യൂട്ടി കൂടി നിന്നെയും കൂടി ആക്കി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമേ അല്ല എന്ന് പറയേ. അപ്പോൾ ഗീതു ആണെങ്കിലും പറയും, എന്നാൽ പിന്നെ ഞാൻ ഈ ഫയലൊക്കെ വലിച്ചു കീറും എന്ന് പറയുമ്പോൾ ഗോവിന്ദാണെങ്കിലും പറയും, എന്നാൽ പിന്നെ നമുക്കിതെല്ലാം കൂട്ടി കത്തിച്ചങ്ങോട്ട് കളഞ്ഞാലോ എന്നിങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരിക്കും സംസാരിക്കുക. എന്നിട്ട് ഗീതു ആണെങ്കിലും പറയും, എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുക കണ്ടേട്ടാ പ്ലീസ്, എനിക്ക് വഴക്കുണ്ടാക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരിക്കും ഗീതുവിന്. എന്നിട്ട് പിന്നെ ഗീതു ആണെങ്കിലും ഒരു സിസേഴ്സ് എടുത്തിട്ട് ഗോവിന്ദൻ്റെ കോട്ടൊക്കെ എടുത്തിട്ട് ഈ കോട്ട് ഞാൻ തുണ്ടായി വെട്ടിക്കളയെന്ന് പറയുമായിരിക്കും. അപ്പോൾ ഗോവിന്ദാണെങ്കിലും അത് വെട്ടണ്ട, അത് ഇത്തിരി പഴയതാ, വെട്ടുമ്പോൾ എൻ്റെ മോള് നല്ല പുതിയ കോട്ട് തന്നെ വെട്ടണം എന്ന് പറഞ്ഞ് പുതിയ ഒന്ന് എടുത്തു കൊടുക്കേ. എന്നിട്ട് പിന്നെ ഗീതുവിനാണെങ്കിലും മതിയാവും, എന്തൊക്കെ ചെയ്തിട്ടും ഗോവിന്ദാണെങ്കിൽ ദേഷ്യപ്പെടുന്നു വഴക്കുണ്ടാക്കണം ഒന്നും തന്നെ ഉണ്ടാവില്ല. എന്നിട്ട് പിന്നെ അവസാനം ഗീതു തോക്കുമായിരിക്കുമേ. ഗോവിന്ദാണെങ്കിലും ചിരിച്ചുകൊണ്ട് പിന്നെ കെട്ടിപ്പിടിക്കുകയായിരിക്കും നമ്മുടെ ഗീതുവിനെ. അത് കഴിഞ്ഞ് വരുണും രാധികാമ്മയും ആ ഒരു ബാധ ഒഴിപ്പിക്കുന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. രാധികാമ്മ പറയുമായിരിക്കും, ഒരു പ്രശസ്തനായ ഒരാളുണ്ട്, അയാൾ ഇങ്ങോട്ട് കൊണ്ടുവരണം, എന്നിട്ട് ഈ ബാധയൊന്ന് ഒഴിപ്പിച്ചേ മതിയാവുക എന്നൊക്കെ പറയുമായിരിക്കും. അപ്പോൾ വരുണാണെങ്കിലും പറയും, കാശ് എത്രയാവോ എന്നൊക്കെ പറയുമ്പോൾ രാധികാമ്മയാണെങ്കിലും പറയുമായിരിക്കും, ഗോവിന്ദൻ്റെ ഓഫീസിൽ നിന്ന് ഇപ്പോൾ പൈസ എടുക്കാൻ വഴിയില്ലല്ലോ, എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഗോവിന്ദും ഗീതവും കടന്നു വരുന്നത്. എന്നിട്ട് ഗോവിന്ദാണെങ്കിലും പറയും, രാധികാമ്മയ്ക്ക് ഇപ്പോൾ എന്തിനാണ് കാശ് എന്ന് ചോദിക്കുകയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാര്യമൊക്കെ പറയുമായിരിക്കും, ഞാനിപ്പോൾ സ്വപ്നം കാണുകയാണ് മോനെ, എനിക്ക് തീരെ വയ്യ എന്നൊക്കെ പറയുമ്പോൾ ബാധയെ ഒഴിപ്പിക്കുന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗോവിന്ദനാണെങ്കിലും ദേഷ്യം വരുമായിരിക്കും. എന്നിട്ട് ഒരു ബാധയും ഇല്ലാത്ത വിശ്വാസങ്ങളൊക്കെ ഇപ്പോൾ കുറേ ഉണ്ടല്ലോ രാധികാമ്മയ്ക്ക്, ഒരു അമ്പലത്തിൽ പോലും പോകാത്ത ആളാണ് രാധികാമ്മ, എന്നിട്ടാണോ ബാധയുടെ പേരും പറഞ്ഞിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്തെങ്കിലും ചെയ്യും, എന്താ വേണ്ട വെച്ചാൽ ഗീതുവിൻ്റെ അടുത്ത് കാശ് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദാണെങ്കിൽ അവിടെ നിന്ന് പോവുമായിരിക്കും. അപ്പോൾ നമ്മുടെ വരുണാണെങ്കിൽ ആ പൈസ ചോദിക്കാനായിട്ട് പോകുന്ന സമയത്ത് രാധികാമ്മ പറയും, മണ്ടൻ, ഇവൻ എന്തിനാണ് ഇങ്ങനെ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ വരുണാണെങ്കിലും പറയും, പിന്നെ കാശ് തരാമെന്ന് പറഞ്ഞാൽ പിന്നെ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ എന്താണെന്ന് പറഞ്ഞ് ഗീത ചേച്ചി എന്ന് പറഞ്ഞ് പൈസ ചോദിക്കാനായിട്ട് വരുണാണെങ്കിലും പോവുമായിരിക്കും. അപ്പോൾ രാധികാമ്മയാണെങ്കിലും വല്ലാത്തൊരു കഷ്ടം തന്നെ, ഇവനാണെങ്കിൽ ഇങ്ങനെ എന്തൊരു വിധിയാണ് എൻ്റെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടത്തിൽ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമായിരിക്കും.
അത് കഴിഞ്ഞ് കാണിക്കുന്നത് മന്ത്രവാദിയെ കൊണ്ടുവന്ന് പൂജയൊക്കെ ചെയ്യുന്നതായിരിക്കേ. എന്നിട്ട് പിന്നെ രാധികാമ്മയാണെങ്കിലും പറയുമായിരിക്കും, എനിക്ക് തീരെ ഉറക്കമില്ല, ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കി തരണം എന്നൊക്കെ പറയുമായിരിക്കേ. എന്നിട്ട് പിന്നെ കുറേ ഭസ്മൊക്കെ ഇടുന്ന സമയത്ത് രാധികാമ്മയാണെങ്കിലും പറയും, ഒന്നും ഏൽക്കുന്നില്ല തിരുമേനി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവേ. അപ്പോൾ അവിടെ നിന്ന് ഗീതവും അതുപോലെ തന്നെ രേഖയും രഞ്ജുവും ഒക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് രാധികാമ്മ ഇതിനെ ഒന്ന് അടിച്ച് ഒഴിപ്പിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഗീതമാണെങ്കിൽ പറയുക, എത്രയും പെട്ടെന്ന് അടുക്കി തിരുമേനി അടുക്കി എന്ന് പറയും. അതുപോലെ തന്നെ രേഖയും രഞ്ജുവും അടുക്കി എന്ന് പറയും കേട്ടോ. പക്ഷെ രാധികാമ്മ വിചാരിച്ചത് ബാധ അടിക്കുന്ന കാര്യമായിരുന്നു, സ്വന്തം അടി ഇങ്ങനെ ഏറ്റ് വാങ്ങേണ്ടി വരുന്നൊന്നും വിചാരിച്ചില്ല. എന്നിട്ട് പിന്നെ വട്ടത്തിലിട്ട് കുറേ അടിയൊക്കെ കിട്ടുന്നുണ്ടാവും നമ്മുടെ രാധികാമ്മയ്ക്ക്, നല്ല ചൂരലുകൊണ്ട്. എന്നിട്ട് അവസാനം എൻ്റെ ബാധ പോയി, എൻ്റെ ബാധ പോയി, എൻ്റെ ബാധ ഞാൻ ഇതാ കാഞ്ചനയ്ക്ക് കൊടുത്തു എന്ന് പറയുമായിരിക്കും. എന്നിട്ട് മയങ്ങുന്ന പോലെയൊക്കെ ആക്ട് ചെയ്യുമായിരിക്കും. എന്നിട്ട് പിന്നെ കാഞ്ചനയാണെങ്കിൽ വീണ്ടും ഓടുമായിരിക്കും. അങ്ങനെ കാഞ്ചന ഇങ്ങനെ വട്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഗോവിന്ദ് വരുന്നത്. എന്നിട്ട് ഒന്ന് നിർത്ത്, എന്താണ് ഇവിടെ നടക്കുന്നത് എന്നിങ്ങനെ പറയുന്ന സമയത്ത് രാധികാമ്മയാണെങ്കിലും പറയും, ആ ബാധയുണ്ടല്ലോ അത് കാഞ്ചനയുടെ മേത്തായി, അതാണ് അവളെ അടിക്കാൻ ഓടുന്നത് എന്നൊക്കെ പറയുമായിരിക്കേ. എന്നിട്ട് പിന്നെ ഗോവിന്ദാണെങ്കിലും ചോദിക്കുകയായിരിക്കും, രാധികാമ്മയ്ക്ക് ഏത് പ്രേതാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്, ഏതാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് വരുണും രാധികാമ്മയും ഒന്നിങ്ങനെ മുഖത്തോട് മുഖം നോക്കുകയായിരിക്കും. ഭദ്രനാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ സമയം വരുണാണെങ്കിലും പറയുമായിരിക്കും, മാധവനങ്കളുടെ ബാധയാണെന്നാണ് പറയുന്നത് അമ്മ എന്ന് പറയുമ്പോൾ രാധികാമ്മയാണെങ്കിലും അതെ കണ്ണ അതെ, മാധവേട്ടൻ്റെയാണ് എന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത് എന്നിങ്ങനെ പറയുന്ന സമയത്ത് ഗോവിന്ദാണെങ്കിലും പറയുമായിരിക്കും, അച്ഛൻ്റെ പ്രേതം രാധികാമ്മയ്ക്ക് ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം രാധികാമ്മ എന്തോ തെറ്റ് ചെയ്യേണ്ടത് എന്ന് തന്നെയാണ് എന്നിങ്ങനെ പറയുമായിരിക്കേ. അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.